സ്കൂളിൽ കുട്ടികളെ ചേർത്താൻ പോണ രക്ഷിതാക്കളെ, നിങ്ങളെ കുട്ടിന്റെ ഭാവി ആവാതിരിക്കാൻ ഈ വീഡിയോ മുഴുവൻ കണ്ടോളി, ഷെയറും ചെയ്തോളി, ഫോളോയും ചെയ്തോളി. സ്കൂളൊക്കെ പൂട്ടി കുറെ കുട്ടികൾ പെരേന്ന് നഴ്സറിക്കും, നഴ്സറിന്ന് 1-ാം ക്ലാസ്സിക്കും, 4-ന്ന് 5-ക്കും, 7-ന്ന് 8-ക്കും, 10-ന്ന് +1-ക്കും എത്തണ പുതിയൊരു അഡ്മിഷൻ കാലാണിത്. എന്നാ കോമഡി എന്താന്ന് വെച്ചാല് പണ്ടൊന്നുമില്ലാത്ത പുതിയൊരു മര്യാദ ഇപ്പൊ കാണുന്നുണ്ട്. കുട്ടികളെ കിട്ടാൻ വേണ്ടി സ്കൂളുകാരും ടീച്ചർമാരും മാഷുമാരും പരക്കപ്പായാണ്. രക്ഷിതാക്കളെ നേരിട്ട് കാണുന്നു. സ്കൂളിലും നഴ്സറിയിലും കലാപരിപാടികൾ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ നേരിട്ടെത്തി രക്ഷിതാക്കളെ സോപ്പിടുന്നു, മോനെ മോളെ എന്ന് വിളിച്ച് കുട്ടികളെ സോപ്പിടുന്നു. ഇതൊക്കെ എന്താണ്? ഇതാണ് അഡ്മിഷൻ കിട്ടാനുള്ള പുതിയ മാർക്കറ്റിംഗ് തന്ത്രം. സിമ്പതി പിടിച്ചു പറ്റി അടുത്ത കൊല്ലത്തേക്ക് കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടി സ്കൂളത്തെ ടീച്ചർമാരും മാഷുമാരും മാനേജ്മെന്റും അടക്കം കാട്ടിക്കൂട്ടുന്ന പുതിയ ട്രിക്കാണിത്. ഒരു രക്ഷിതാവിനാണ് കണ്ടാല് അവിടുത്തെ മൂത്ത കുട്ടീന്റെ വർത്താനം ചോദിച്ചിന്, മോളിപ്പോ ഇവിടെ പഠിച്ചിനത്, മോനിപ്പോ എന്താ ചെയ്യണത്, ഞാൻ പഠിപ്പിച്ച കുട്ടിയല്ലേ എന്നും പറഞ്ഞ് പിയേഴ്സിന്റെ സോപ്പ് കൊണ്ട് രക്ഷിതാവിന് ഒന്നാണ്ട് സോപ്പിടും. എന്നിട്ട് ഒരു പതപ്പിച്ചൊരു തള്ളി പറിച്ചിടും. അതെന്തിനാ? ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവസാനം ഒരു പറച്ചിലാ, മോനെ ഞമ്മളെ സ്കൂളിൽ തന്നെ ചേർത്തണട്ടോ, മോളെ ഞമ്മളെ സ്കൂളിൽ തന്നെ ചേർത്തണട്ടോ. അതിനെ ഇനി ഈ പതപ്പിച്ചലൊക്കെ പതപ്പിച്ച് തെരഞ്ഞെടുപ്പിന് മത്സരിച്ചിന സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചാൻ വരും പോലെയാണ് ഇപ്പത്തെ സ്കൂളിൽ കുട്ടികളെ കുറിച്ചാൽ നടക്കുന്ന ടീച്ചർമാരെയും മാഷുമാരെയും അവസ്ഥ. പഠിപ്പിച്ചതിന്റെ കാലത്ത് കുട്ടികളെ നല്ലപോലെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അവസ്ഥ വരുന്നോ? അന്ന് നിങ്ങൾ പഠിപ്പിച്ചാൽ നിന്നില്ല. അതുകൊണ്ട് ഈ അഡ്മിഷന്റെ കാലം ഇങ്ങോട്ട് വരുമ്പം നിങ്ങൾക്കൊരു തട്ടിപ്പടിച്ചില്ല. കുട്ടികളെ എണ്ണം കുറയുമ്പം കുട്ടികളെ തേക്കാനും വേണ്ടിയുള്ള കാട്ടിക്കൂട്ടൽ, അതിനുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത്. കുട്ടീനെ ഞങ്ങൾ മാറ്റിങ്ങാണ്ട് റോട്ടുമക്കാണ് നിർത്തിയാൽ മതി, ബസ് അങ്ങോട്ട് വന്ന് കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുപോകും. ഇങ്ങനെ എന്തെല്ലാം വാഗ്ദാനങ്ങൾ! കുട്ടീനെ അവിടെ ചേർത്തുന്നത് വരെ വാഗ്ദാനം ഒക്കെ ഉണ്ടാവും. ചേർത്തി അങ്ങോട്ട് കഴിഞ്ഞ് പിറ്റത്തെ ദിവസം അങ്ങോട്ടായാൽ വാഗ്ദാനൊക്കെ മസനക്കുടി വഴി ഊട്ടിക്ക് പോവും, അല്ലേ വേണ്ട മഞ്ഞുമ്മൽ ബോയ്സിലെ ഗുണ കേവിക്ക് പോവും. അതാണല്ലോ ഇപ്പൊ ട്രെൻഡ്. അജാതി വാഗ്ദാനാണ് ഓരോരുത്തർ കൊടുക്കുന്നത്. ആ മാഷ് ക്ലാസ് എടുക്കുന്ന കുട്ടിക്ക് മനസ്സിലാവണില്ല, അല്ലെങ്കിൽ ആ ടീച്ചർ ക്ലാസ് എടുക്കുന്ന കുട്ടിക്ക് മനസ്സിലാവണില്ല എന്ന് രക്ഷിതാക്കൾ പരാതി പറഞ്ഞാൽ പറയും, അത് നിങ്ങളെ കുട്ടിന്റെ പ്രശ്നമാണ്, ബാക്കിയുള്ള കുട്ടിയൊക്കെ മനസ്സിലാവുണ്ടല്ലോ. എന്നിട്ട് ഇപ്പൊ ടീച്ചർമാരെല്ലാരും കൂടി ഒത്തിട്ടൊരു ഒത്തുധാരണ. അപ്പൊ നമ്മളെ കുട്ടി മാത്രം അവിടെ ഒറ്റപ്പെടും. എന്നാല് ഒരു കുട്ടിക്ക് മനസ്സിലാഞ്ഞാല് അത് ആ കുട്ടീന്റെ കുഴപ്പാ. പക്ഷെ ഒരു ക്ലാസ്സിന് മൊത്തം മനസ്സിലാഞ്ഞാല് അത് ആരെ കുഴപ്പാ? ആരെ കുഴപ്പമില്ല, ആ പഠിപ്പിച്ച മാഷെ ടീച്ചറെ കുഴപ്പാ. അത് പറഞ്ഞാല് നിങ്ങൾക്ക് നമ്മളൊരു വിളിച്ചാട്ടല്ലേ. ഇങ്ങനെ മോഹന വാഗ്ദാനങ്ങളും ക്യാൻവാസിങ്ങും നടത്താൻ ഏതെങ്കിലും സ്കൂളുകാരും ടീച്ചർമാരും മാഷുമാരൊക്കെ നിങ്ങളെടുത്ത് വരുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളി. അടിസ്ഥാന സൗകര്യവും നല്ല വിദ്യാഭ്യാസം കൊടുക്കണേ ഒരു സ്കൂളുകാർക്കും കുട്ടികളെ കുറിച്ചാൽ നടക്കേണ്ട ആവശ്യമില്ല. കുട്ടികളെ ആ സ്കൂൾക്ക് അറിയാതെ തന്നെ തേടി വരും. സ്കൂൾ ബസ്സുമേല് കുട്ടികളെ ഫോട്ടോ കെട്ടി തൂക്കിക്കാണ്ട് ഫ്ലക്സ് കെട്ടേണ്ട ആവശ്യമില്ല. സ്കൂളിന്റെ കവാടത്തുങ്ങള് ഫ്ലക്സ് വെക്കേണ്ട ആവശ്യമില്ല. അങ്ങാടികൾ തോറും വലിയ വലിയ ഫ്ലക്സ് വെച്ച് കൂട്ടേണ്ട ആവശ്യമില്ല. വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും സ്റ്റോറിയും പോസ്റ്റും ഇട്ട് മാർക്കറ്റിംഗ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നല്ല വിദ്യാഭ്യാസവും അടിസ്ഥാന സൗകര്യവും കൊടുക്കാത്ത സ്കൂളുകളാണ് റമദാൻ മാസത്തിൽ സുബൈ നിസ്കരിച്ചുമ്പം കുനൂത്ത് മറന്ന് സുജൂദക്ക് പോണ മാതിരി മാർച്ച് മാസം എത്തുമ്പം അഡ്മിഷനാണല്ലോ വരുന്നത് എന്ന് കരുതിയാണ്ട് ഈ ജാതി കോമാളിത്തരൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ഇജാതി ക്യാൻവാസ് സ്കൂളുകളിൽ കുട്ടികളെ ചേർത്തന്നെ ചെയ്യരുത് കേട്ടോ. WOW വാവ് എന്നല്ലേ വായിച്ച? എന്നാ ചില കുട്ടിയേക്ക് വായിച്ചു കൊടുക്കുന്നത് കേട്ടാൽ അയലക്കത്തെ പറമ്പിൽ ആട് നുളവിളിച്ചാൻ തോന്നിപ്പോ വാവ് എന്നൊക്കെ വായിച്ചു കൊടുക്കുന്നത്. അതിന്റെ കാരണം എന്താ? പ്രൊണൗൺസിയേഷൻ പോലും കറക്റ്റ് അല്ലാത്ത, ക്വാളിഫൈഡ് അല്ലാത്ത, ക്ലാസ് എടുത്ത് ശീലം പോലും ഇല്ലാത്ത എത്ര ആൾക്കാർ ടെറ്റും BEdും TTCയും സെറ്റും നെറ്റും ഇതിൽ പലതും കിട്ടാത്തോലും കയറി കൂടി നിൽക്കുന്നുണ്ട് നമ്മളെ സ്കൂളിൽ നിന്ന് അറിയും. അതെങ്ങനെയെന്നല്ലേ? പുതിയാപ്പിളന്റെ കെയർ ഓഫില്, ബാപ്പാന്റെ കെയർ ഓഫില് 40-50 ലക്ഷം കെട്ടി കയറി വെച്ച് എത്ര ആൾക്കാരുണ്ട്. അതിൽ മാനേജറെ മരുവാന്, മരുവോള്, പെണ്ണുങ്ങള്, എളാപ്പാന്റെ കുട്ടി, മൂത്താപ്പാന്റെ കുട്ടി, മാനേജർക്ക് അറിയണ എല്ലാവരും സ്കൂളിൽ കയറി കൂടി ഉണ്ടാവും. പോരാത്തതിന് 4 കൊല്ലം മുന്നേ തന്നെ 40-50 ലക്ഷം കൊടുത്ത് സീറ്റ് ഉറപ്പിച്ച് വെച്ചിട്ടും ഉണ്ടാവും. സർട്ടിഫിക്കറ്റിൽ സൂപ്പറായേ, നല്ല ചൊറുക്കുള്ളേ. എന്നാൽ എടുക്കുന്ന ക്ലാസ് എന്താണെന്നും കൂടി കുട്ടിയേക്ക് മനസ്സിലാവാത്ത ഇർഫാൻ എന്ന് ലീവാണ് മാഷേ എന്ന് പറഞ്ഞപ്പോ ഓ ഇർഫാൻ ഈസ് നോ മോർ എന്ന് പറയുന്ന തരത്തിൽ പറയണേ. പൈസ കൊണ്ട് മാത്രം ടീച്ചറും മാഷും ആയേ, ബന്ധങ്ങളെ പേരിൽ മാത്രം ടീച്ചറും മാഷും ആയേ, അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ക്ലാസ് എടുക്കണേ എത്ര ടീച്ചർമാരും മാഷുമാരും ഉണ്ടാവും ഇജാതി സ്കൂളുകളിൽ. സ്കൂൾ മാനേജർമാരെ, നിങ്ങളോടൊരു വാക്ക്, പൈസ കണ്ട കണ്ണ് മഞ്ഞളിച്ച് സീറ്റ് അങ്ങോട്ട് കൊടുക്കുമ്പോ ഈ വരുന്ന മാഷെ ടീച്ചറെ ഹിസ്റ്ററി, ഓലെടുക്കണ ക്ലാസിന്റെ കോലം, ഓലെ ക്ലാസ് എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം കുട്ടികളോട് ചോദിച്ചാൽ ഓല് സ്കൂളിൽ കയറി കഴിഞ്ഞതിന്റെ ശേഷം ഓലെ അവസ്ഥ എന്താണെന്നുള്ളൊരു അന്വേഷണം അതൊക്കെ നിങ്ങളെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് നല്ലതാ. അല്ലാതെ ലക്ഷങ്ങൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊണ്ടുവരുന്നവർക്കൊക്കെ 4 കൊല്ലം മുന്നേ തന്നെ സീറ്റ് ഉറപ്പിച്ച് വെക്കാന്നുള്ള ആ സിസ്റ്റം തെറ്റാണ് സാറേ. ഇവിടെ ഒരു കൂട്ടരെ ഭാവി ഇല്ലാതാവാണ് സാറേ. പൈസ ഇല്ലാത്തോണ്ട് എവിടെ എത്താത്ത കുറെ മാണിക്യങ്ങൾ കുപ്പേല് കിടക്കുകയാണ്. ക്യാൻവാസ് ചെയ്യാൻ നിങ്ങളെ അടുത്തേക്ക് വരണേ ഈ ടീച്ചറോടും മാഷോടും ചോദിച്ചാ, അല്ല ടീച്ചറെ നിങ്ങളെ കുട്ടി ഇവിടെയാണോ പഠിച്ചത്, അല്ല മാഷേ നിങ്ങളെ കുട്ടീനെ എവിടെയാണോ പഠിപ്പിച്ചത്? അപ്പൊ ഓരോന്ന് ബബ്ബ അടിച്ചു. ഈ ക്യാൻവാസ് ചെയ്ത് കുട്ടികളെ പിടിച്ചാൻ വരുന്ന 80% മാഷുമാരും ടീച്ചർമാരും കുട്ടികളും വേറെ ഏതെങ്കിലും നല്ല സ്കൂളിലാവും പഠിച്ചത്. അതെന്താ ഓലെ കുട്ടികളെ അവിടെ ചേർത്തി പഠിപ്പിച്ചൂടെ? എന്നാ തന്നെ കുട്ടികളെ എണ്ണം തയ്യില്ലേ. രക്ഷിതാക്കളെ ഒന്ന് കേട്ടോളി, ക്യാൻവാസ് ചെയ്യണേ
പരസ്യം വിട്ട് കുട്ടികളെ പിടിച്ചിനെ, സ്കൂൾ ബസ്സുമ്മൽ ഫ്ലെക്സ് കെട്ടി തൂക്കി കുട്ടികളെ പിടിച്ചിനെ, നിങ്ങളെ നേരിട്ട് വന്ന് കണ്ട് കുട്ടികളെ പിടിച്ചിനെ. അജാതി ക്യാൻവാസ് സ്കൂളുകളിൽ കുട്ടികളെ ചേർത്താൻ നിൽക്കരുത് കേട്ടോ. ഇനി അഥവാ അജാതി സ്കൂളുകളിൽ നിങ്ങൾ കുട്ടികളെ ചേർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സ്കൂളിൽ എന്തേ കുട്ടികൾ കുറഞ്ഞത്, ആ സ്കൂളിന്റെ പഠനത്തിന്റെ നിലവാരം എങ്ങനെയെന്നൊക്കെ നിങ്ങൾ അന്വേഷിക്കണം. നമ്മളെ തൊട്ട അയൽവക്കത്തുള്ള ടീച്ചർ ചിലപ്പോൾ വന്നിട്ട് ചോദിച്ചു കുട്ടിനെ ഇവിടെ ചേർത്തല്ലേ, നമ്മളെ തൊട്ട അയൽവക്കത്തുള്ള മാഷ് വന്നിട്ട് ചോദിച്ചു കുട്ടിനെ ഇവിടെ ചേർത്തല്ലേ, ഒരു രണ്ടാളെയും മൊത്തം നോക്കാനുള്ളതല്ലേ, നമ്മളെ കുട്ടികളെ ചേർത്താൻ ഞാൻ മോശമല്ലേ എന്ന് കരുതിയിട്ട് കുട്ടീനെ അവിടെ ചേർത്താൻ നിൽക്കണ്ട. മോശമായിട്ട് അവിടെ കിടക്കും, പക്ഷെ കുട്ടീന്റെ ഭാവിയാണ് ആവിയാവാൻ പോണത്. മുറി ഇംഗ്ലീഷും വെച്ച് പണ്ടത്തെ ലസാഗും ഉസാഗിയും വെച്ച് ഇനിയുള്ള കാലത്തൊന്നും മുന്നിക്ക് പഠിച്ചാൻ കഴിയൂല. നമ്മളെ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ പോളണ്ടും കാനഡയും ലണ്ടനും UK പോലുള്ള സ്ഥലങ്ങൾ ഹയർ സ്റ്റഡീസിന് വേണ്ടി സ്വപ്നം കണ്ടു നടക്കുന്ന കുട്ടികളാ. അതിന്റെ ഇടയ്ക്ക് ഈ മുറി ഇംഗ്ലീഷും വെച്ച് ചെന്നാൽ ആകെ കുടുത്തം വിടും. നമ്മളെ കുട്ടീന്റെ ഭാവി അടിപൊളിയാക്കാൻ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്കൂളുകൾ വേണം, നല്ല വിദ്യാഭ്യാസം തന്നെ കിട്ടണം. അതിന് അക്ഷരങ്ങൾ അടിച്ചു കൂട്ടിയ പുസ്തകത്താളുകളിൽ നിന്ന് മാത്രം പഠിച്ചാൽ പോരാ, ആർട്സും സ്പോർട്സും കലാപരിപാടികളൊക്കെ അടിപൊളിയാക്കി നടത്തണം. അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. അടിസ്ഥാന സൗകര്യങ്ങളുള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ക്ലാസ് എടുക്കണേ, തള്ളി മറിച്ചാത്ത പരസ്യം കൊടുക്കാത്ത ഒരുപാട് സ്കൂളുകളുണ്ട്. അതിൽ പ്രത്യേകിച്ച് പരമഗുരുക്കളായിട്ടുള്ള ആൾക്കാരില്ലാത്ത സ്കൂളുകളിൽ നിങ്ങളെ കുട്ടീനെ ചേർത്തോളി. നിങ്ങളെ കുട്ടീനെ എവിടെയാണ് പഠിപ്പിച്ചേണ്ടതെന്ന് തീരുമാനിച്ചേണ്ടത് രക്ഷിതാക്കളായ നിങ്ങളാണ്. ആ തീരുമാനം ഉചിതമാകട്ടെ. ക്യാൻവാസ് സ്കൂളുകളെ ക്യാൻവാസിൽ നിങ്ങൾ ഉപയോഗിക്കാതെക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്തോളി, ഒപ്പം കൂടിക്കോളി. അടുത്ത വീഡിയോ കുട്ടികൾ അവിടെയും ഇവിടെയും തൊട്ട് തലോടിയും ടീച്ചർമാരെ വരെ മാനസികമായി പീഡിപ്പിക്കും ചെയ്യണേ ഞരമ്പന്മാരായ കുറച്ച് ആൾക്കാരുണ്ട്. ഓലിപ്പോൾ പരമഗുരുക്കൾ എന്ന് അറിയപ്പെടുന്നത് ഓലെ കുറിച്ചുള്ളത് തന്നെയാണ്. ആ വീഡിയോക്ക് കാത്തിരുന്നോളി.